എല്ലാവർക്കും നമസ്കാരം. സമയം കുറെ നീണ്ടുപോയി. കുട്ടികൾ കുറെ കലാപരിപാടിയൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടി മേക്കപ്പ് ഇട്ട് റെഡിയായി നിൽക്കുകയാണ്. അതിനിടയിൽ ഞാൻ കുറെ നേരം നിങ്ങളോട് സംസാരിക്കാന്ന് പറഞ്ഞത് ശരിയല്ല എന്ന് എനിക്കറിയാം. എന്നാലും ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കണം. ഇന്ന് കേരളം നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് പറയാനുള്ളത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ യുവജനങ്ങൾ ലഹരിക്കടിമപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നതാണ്. ഇവിടെ ഇരിക്കുന്ന ഒരു 45-50 ആ വയസ്സ് പ്രായമുള്ള ആളുകളൊക്കെ അവരുടെ ചെറുപ്പകാലത്തെ കുറിച്ച് ചോദിച്ചാൽ നമ്മൾ വിവരങ്ങളൊക്കെ അന്ന് അറിഞ്ഞിരുന്നത് പത്രങ്ങളിലൂടെയും റേഡിയോകളിലൂടെയുമായിരുന്നു. പത്രത്തിന്റെ 2-3 മാസം കൂടുമ്പോൾ പത്രങ്ങളുടെ ഏതോ ഒരു മൂലയിൽ കോഴിക്കോട് പാളയം മാർക്കറ്റിനടുത്ത് വെച്ച് ഏതെങ്കിലും ഒരാളെ കഞ്ചാവ് ബീഡിയുമായി പിടിച്ചു എന്ന വാർത്തയാണ് നമ്മളൊക്കെ അന്ന് വായിച്ചിരുന്നത്. കാലം മാറി. ഇന്ന് എല്ലാ വാർത്താ മാധ്യമങ്ങളുടെയും 1-ാം പേജിൽ കിലോ കണക്കിന് രാസലഹരി വസ്തുക്കളുമായി സ്കൂൾ കുട്ടികളടക്കമുള്ള ആളുകളെ പിടികൂടിയതായിട്ടാണ് നമ്മൾ വാർത്ത കാണുന്നത്. അത് പറയുമ്പോൾ കേരളം വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മുൻപന്തിയിലാണ്. ആരോഗ്യ രംഗത്ത് നമ്മൾ ലോക നിലവാരം അവകാശപ്പെടുന്നുണ്ട്. സാംസ്കാരിക രംഗത്ത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഏറ്റവും മുൻപന്തിയിലാണെന്ന് നമ്മൾ പറയുന്നു. പിന്നെ എങ്ങനെയാണ് നമ്മുടെ പുതിയ തലമുറയിൽ ഒരു ചെറിയ ഭാഗമാണെങ്കിലും ലഹരിക്കടിമപ്പെട്ടു പോയത്? ഇത് രണ്ടും കൂടി മാച്ച് ചെയ്യുന്ന ഒരു സംഭവമല്ല. നമുക്കറിയാം, ഈ മയക്കുമരുന്ന് എന്ന് നമ്മളിപ്പം പറയുന്നത് പ്രധാനമായിട്ടും ഒരു MDMA എന്ന് പറഞ്ഞ ഒരു രാസലഹരിയെ കുറിച്ച് മാത്രമാണ്. മനുഷ്യന്റെ ബോധാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ഒരു കൂട്ടം വസ്തുക്കളെയാണ് നമ്മൾ മയക്കുമരുന്നുകൾ എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഞാൻ സംസാരിക്കുന്നത് കേൾക്കുകയാണ്. റോഡിലൂടെ ആളുകൾ നടക്കുന്നുണ്ട്, വാഹനം ഓടിച്ചു പോകുന്നുണ്ട്. ഇതൊക്കെ ബോധാവസ്ഥയോട് കൂടി ചെയ്യുന്ന പ്രവർത്തനമാണ്. എന്നാൽ മയക്കുമരുന്നുകൾ ഉപയോഗിച്ചാൽ നമുക്ക് അറിയാം, ബോധാവസ്ഥയോട് കൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങളല്ല അവർ ചെയ്യുന്നത്. നിങ്ങളിൽ പലരും സയൻസ് ഒക്കെ പഠിച്ച ആളുകളുണ്ടാവും. നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ആധുനിക ശാസ്ത്രത്തിന് പോലും, അതല്ലെങ്കിൽ ഡോക്ടേഴ്സിന് പോലും പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. പകുതി കാര്യങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ പകുതിയോളം കാര്യങ്ങൾ മാത്രമേ നമ്മുടെ തലച്ചോറിനെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളൂ പോലും. തലച്ചോറിന് സംഭവിക്കുന്ന മാരക അസുഖങ്ങൾക്ക് അല്ലെങ്കിൽ മാരക ക്ഷതങ്ങൾക്ക് വലിയ രീതിയിലുള്ള ചികിത്സകളൊന്നും നിലവിലില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ആണെങ്കിൽ ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഏറ്റവും പ്രധാനമായും ബാധിക്കുന്ന ഒരു അവയവം നമ്മുടെ തലച്ചോറാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത്തരം ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ
സാധാരണ പ്രവർത്തനത്തിന് വിപരീതമായി തലച്ചോറിന്റെ പ്രവർത്തനം നേരെ എതിർ ദിശയിലേക്ക് മാറും. അപ്പൊ അവിടെ നമ്മൾ കാണിച്ചു കൂട്ടുന്ന പ്രവർത്തികളാണ് ഇപ്പോ നമ്മുടെ എല്ലാ നാടുകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2025 ആദ്യത്തെ 2 മാസം കേരളത്തിൽ 63 കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതില് 30 കൊലപാതകങ്ങളും ലഹരിക്കടിമപ്പെട്ടു പോവുക ചെയ്തതാണ്. ആ ലഹരിക്കടിമപ്പെട്ട് പോയതെന്ന് പറഞ്ഞാൽ വെറും രാസലഹരി മാത്രം ഉപയോഗിച്ചവരല്ല. അതിൽ കൂടുതൽ പേരും മദ്യമാണ് ലഹരി വസ്തുവായി ഉപയോഗിച്ചത്. നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ മദ്യത്തിന് ഒരു പ്രത്യേക പരിവേഷം നൽകി അത് ലഹരി വസ്തുക്കളുടെ ഭാഗമല്ല എന്നുള്ള ഒരു ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ചരിത്രം പറയുകയാണെങ്കിൽ BC 3000-ഓടനുബന്ധിച്ച് തന്നെ മദ്യത്തിന്റെ ഉൽപാദനം നടന്നു എന്നാണ് പറയുന്നത്. ആ കാലഘട്ടത്തിൽ തന്നെ, അതായത് ബുദ്ധ ജൈന മതങ്ങളൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ തന്നെ അന്നത്തെ ലഹരിയായ മദ്യത്തിനെതിരെ എതിർത്ത് കുറെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നീട് ബ്രിട്ടീഷുകാരുടെ വരവോടുകൂടി യൂറോപ്യന്മാരുടെ മദ്യപാന ശീലം നമ്മളിലേക്ക് കടന്നു വരികയും അത് പിന്നീട് വ്യാപകമായി വ്യാവസായിക അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ മദ്യോൽപാദനം നടക്കുകയും ഡിസ്റ്റിലറികൾ സ്ഥാപിക്കുകയും ചെയ്തു പോകും. ലോകത്ത് ഏറ്റവും കൂടുതൽ മദ്യാസക്തിയുള്ള ജനവിഭാഗം കേരളത്തിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മദ്യാസക്തിയുള്ള ജനവിഭാഗം കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മദ്യം ഉപയോഗിക്കുന്നത് കേരളത്തിലാണ്. പുതിയ കണക്ക് പ്രകാരം 48 ലക്ഷം ആളുകൾ കേരളത്തിൽ മദ്യം ഉപയോഗിക്കുന്നു. അതിൽ 17 ലക്ഷം ആളുകൾ മദ്യത്തിന് അടിമകളാണ്. സ്കൂൾ കുട്ടികളിൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ 50% ആളുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മദ്യം ഉപയോഗിച്ചവരാണ് പറയുന്നത്. 5% ആളുകൾ ലഹരിക്ക് അടിമപ്പെട്ടു പോയവരാണ് കുട്ടികളിൽ. ലോകാരോഗ്യ സംഘടന ഏറ്റവും മാരകമായ വസ്തു ഏതാണ് കണക്ക് പ്രകാരം പറഞ്ഞത് പുകയില ഉൽപ്പന്നങ്ങളെ കുറിച്ചാണ്. ലോകത്ത് എവിടെയെങ്കിലും 8 സെക്കൻഡിൽ ഒരാൾ പുകവലി കാരണമുള്ള രോഗങ്ങൾ കൊണ്ട് മരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. 8 സെക്കൻഡിൽ. 1 മിനിറ്റിൽ 7 പേർ മരിക്കും. 1 മണിക്കൂറിൽ 450 പേർ മരിക്കും. ഒരു ദിവസം 10,800 പേർ മരിക്കും. ഒരു വർഷം 40 ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ മരിക്കും. പക്ഷേ നമ്മുടെ ചർച്ചകൾ കംപ്ലീറ്റ് രാസലഹരിയെ കുറിച്ചാണ്. നമ്മള് ഒരു സിഗരറ്റ്, അതായത് 60 മില്ലിഗ്രാം നിക്കോട്ടിൻ അകത്ത് ചെന്നാൽ ഒരാൾ മരിച്ചു പോകുന്ന പറയും. ഒരു സിഗരറ്റിൽ 4 മില്ലിഗ്രാം നിക്കോട്ടിൻ ഉണ്ട്. അപ്പൊ 15 സിഗരറ്റ് വലിച്ചാൽ മരിച്ചു പോകാൻ സാധ്യതയുണ്ട് എന്നാ പറയുന്നത്. പക്ഷേ നമ്മളൊരു സിഗരറ്റ് വലിക്കുന്ന സമയത്ത് 1.5 മില്ലിഗ്രാം നിക്കോട്ടിനാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത്. ബാക്കി പുക വലിക്കുന്ന സമയത്ത് പുറത്തേക്കാണ് പോകുന്നത്. ഇതിനൊരു കണക്ക് പറയുന്നത്, ഒരാൾ ഒരു സിഗരറ്റ് വലിച്ച് ഊതി പുറത്തേക്ക് വിടുന്ന പുകയിൽ
4000 രാസഘടകങ്ങൾ എന്നാണ് പറയുന്നത്. ഞാനത് ഈ അടുത്ത കാലത്ത് മനസ്സിലാക്കിയത്. അതായത് നമ്മളെ മുന്നിൽ വെച്ച് ഒരാൾ ഒരു സിഗരറ്റ് വലിച്ച് പുറത്തേക്ക് വിടുകയാണെങ്കിൽ ആ സിഗരറ്റിൽ 4000 രാസഘടകങ്ങൾ, ടാറ്, നിക്കോട്ടിൻ, കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രജൻ സയനൈഡ്, ഫിനോൾ തുടങ്ങിയ നിരവധി രാസഘടകങ്ങൾ ആ സിഗരറ്റിന്റെ പുകയിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ ഈ ആക്റ്റീവ് സ്മോക്കിംഗ്, പാസീവ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. നിങ്ങൾക്കറിയാം, സിഗരറ്റ് പുക വലിക്കുന്ന ആളെ നമ്മൾ ആക്റ്റീവ് സ്മോക്കർ, ഈ പുക പുറത്തേക്ക് ഊതി വിടുമ്പോൾ അത് ശ്വസിക്കുന്ന ആളുകളെ പാസീവ് സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകൾ എന്നാണ് നമ്മൾ പറയുന്നത്. അതേപോലെ ഈ സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന മറ്റൊരു ഘടകമാണ് ടാർ. അതിൽ തന്നെ 40 വ്യത്യസ്ത രാസഘടകങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. ആ ടാറിൽ അടങ്ങിയിരിക്കുന്ന, അതായത് സിഗരറ്റിൽ അടങ്ങിയിരിക്കുന്ന ടാറിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങളെല്ലാം തന്നെ ക്യാൻസർ ഉണ്ടാക്കുന്നു. 50% ശ്വാസകോശ ക്യാൻസർ ഉണ്ടാക്കുന്നത് പുകവലിയിൽ കൂടെയാണ്. ലോകത്ത് തന്നെ ഏറ്റവും ക്യാൻസർ രോഗികളുള്ള ഒരു നാടായി നമ്മളെ നാട് മാറി. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ലഹരിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ രാസലഹരിയെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതിയോ? പോരാ. കാരണം നമ്മുടെ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ബാധിക്കുന്നത് ഈ പുകവലിയും അതേപോലെ തന്നെ മദ്യവും തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ തലച്ചോറിനെ പ്രധാനമായിട്ടും നമ്മൾ തലച്ചോറിന്റെ ഇടതുവശമെന്നും വലതുവശമെന്നും ഒക്കെ പറയും. ലെഫ്റ്റ് ബ്രെയിൻ ഈസ് റെസ്പോൺസിബിൾ ഫോർ അവർ കോൺഷ്യസ്നെസ് എന്ന് പറയും. ഇറ്റ് ഈസ് ദി സീറ്റ് ഓഫ് ലോജിക്കൽ തിങ്കിങ് എന്നും പറയും. അതാണ് നമ്മളെ IQ തീരുമാനിക്കുന്നത് തലച്ചോറിന്റെ ഇടതുഭാഗമാണ്. റൈറ്റ് ബ്രെയിൻ ഈസ് ദി സീറ്റ് ഓഫ് ഇമോഷൻസ് എന്ന് പറയും. അത് നമ്മുടെ EQ തീരുമാനിക്കുന്നത് റൈറ്റ് ബ്രെയിൻ ആണ്. പലപ്പോഴും നമ്മളെ കുട്ടികളെ, നമുക്കറിയാം, വലിയ സ്കൂളുകൾ വലിയ ഫീസൊക്കെ കൊടുത്ത് നമ്മളെ കുട്ടികളെ പഠിപ്പിക്കുന്നത് അവർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ വേണ്ടി തന്നെയാണ്, സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും കുട്ടി നല്ല വിദ്യാഭ്യാസം നേടി, നല്ല ജോലിയും നേടി, കനത്ത ശമ്പളവും നേടി മുന്നോട്ട് പോകും. പക്ഷേ കുട്ടിക്ക് കോമൺ സെൻസ് ഉണ്ടാവില്ല. അപ്പോൾ പുതിയ പഠനങ്ങളൊക്കെ പറഞ്ഞു വരുന്നത് നമ്മളെ തലച്ചോറിന്റെ വലത് ഭാഗത്തെ ഉത്തേജിപ്പിക്കണം കൂടുതലായി എന്നാണ് പറയുന്നത്. അതിന് വേണമെങ്കിൽ കുട്ടി നമുക്ക് ഈ സ്കൂളുകളിൽ നിന്നും പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങൾക്ക് ഉപരിയായി കുട്ടിക്ക് മറ്റു മേഖലകളിൽ പ്രോത്സാഹനം നൽകണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ പാട്ട് പാടുന്ന കുട്ടികളെ പാട്ട് പാടിക്കാം, കവിത ചൊല്ലുന്ന കുട്ടിയാണെ കവിത ചൊല്ലിക്കാം, അതേപോലെ കളിക്കാൻ താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ കളിക്കാൻ വിടാം, ചിത്രം വരയ്ക്കാൻ താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ അത് ചെയ്യാം. ആ വലത് ബ്രെയിനെ കൂടി ഉത്തേജിപ്പിക്കുന്ന സമയത്താണ് പോലും ഈ കുട്ടിക്ക് IQയും EQയും ഈക്വൽ ആയിട്ട് വരിക. ആ സമയത്ത് മാത്രമേ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് വ്യക്തമായി കാര്യങ്ങൾ വിവേചിച്ചറിയാനും നേരായ രീതിയിൽ ചിന്തിക്കാനൊക്കെ ശേഷി ഉണ്ടാവുള്ളൂ എന്നാണ് പുതിയ പഠനങ്ങളൊക്കെ പറയുന്നത്. ഞാൻ നിങ്ങളോട് വളരെ വിശദമായി കുറെ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഈ പരിപാടിക്ക് വന്നിരുന്നത്. പക്ഷെ പ്രോഗ്രാം തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് എനിക്കും കുറെ പരിമിതികളുണ്ട്.
എന്നാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ 2-3 കാര്യങ്ങൾ പറയാം. ഞാനൊരു ദിവസം ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് എനിക്ക് പൂവാട്ടുപറമ്പിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു. അതൊരു അമ്മയാണ് വിളിക്കുന്നത്. എനിക്ക് പരിചയമില്ലാത്ത ഒരാളാണ്. ആ അമ്മ എന്നോട് പറഞ്ഞ ആ അമ്മയുടെ മകൻ +1 പഠിക്കുകയാണ്. ആ കുട്ടി വീട്ടിൽ വയലന്റ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അമ്മ എത്ര കാലമായി അമ്മയുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെട്ടിട്ട്? അപ്പൊ അമ്മ പറയുന്നത് ഇപ്പം ഒരു 3-4 മാസമായി വളരെ അപകടകരമായ രീതിയിലാണ് പാത്രങ്ങളൊക്കെ എടുത്ത് എറിയും. രാത്രി അവൻ വല്ലപ്പോഴും വീട്ടിൽ വരാറുള്ളൂ. വന്നാൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചതൊക്കെ മേശപ്പുറത്ത് തന്നെ കാണും. അപ്പോ ഞാൻ ചുമ എവിടെയെങ്കിലും ചികിത്സിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. അവൻ ഈ 10-20 ദിവസത്തേക്ക് കുളിക്കൂല പോലും. 10-20 ദിവസത്തേക്ക് ആ കുട്ടി കുളിക്കില്ല, വസ്ത്രം മാറൂല. കുട്ടി +1 പഠിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയെ ഈ ഉമ്മേനെ ഭർത്താവ് ഒഴിവാക്കി പോയതാണ്. ഒരു മൂത്തത് പെൺകുട്ടിയാണ്, 2ാമത്തതാണ് ആൺകുട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും സംശയം നിങ്ങൾ ചികിത്സിച്ചിട്ടുണ്ടോ? ഉണ്ട്. കോഴിക്കോട് ചികിത്സിക്കാൻ പറ്റിയ സ്ഥലങ്ങളിലൊക്കെ ചികിത്സിച്ചതിന് ശേഷം മലപ്പുറം ജില്ലയിൽ ഒരു പ്രധാനപ്പെട്ട ഡി അഡിക്ഷൻ സെന്ററിലെ കുട്ടിയെ 2 മാസം കിടത്തി ചികിത്സിച്ചു. അവിടെ ഒരു ദിവസത്തെ ചികിത്സ ചെലവ് 1000 രൂപയാണ്. മരുന്നിന്റെ പൈസ വേറെ കൊടുക്കണം. ആ ചികിത്സ കഴിഞ്ഞ് വന്നതിന് ശേഷവും ഈ കുട്ടി ലഹരി പതിവായിട്ട് ഉപയോഗിക്കും. ഈ ഉമ്മ കൂലിപ്പണിക്ക് പോയിട്ടാണ് ആ 2 കുട്ടികളെയും മുന്നോട്ട് പോകും. ആ അമ്മ പറഞ്ഞ് ആ അമ്മ കരയാൻ തുടങ്ങി. ആ അമ്മ പറയുന്നത്, സാർ, എനിക്ക് ഒരു ജീവിതത്തിൽ ഒരു ആഗ്രഹം. അതായത് 2 കുട്ടികൾ പിറന്ന് അവര് ഒരു ലെവലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ്. അവരെ ഈ കുട്ടികളെ കഷ്ടപ്പെട്ട് കൂലിപ്പണി എടുത്തിട്ടാണ് ഞാൻ നോക്കുന്നത്. എന്റെ മൂത്ത കുട്ടിയെ എനിക്ക് കല്യാണം കഴിച്ചയക്കണം. മൂത്തത് പെൺകുട്ടി. അതിന് ഇന്നത്തെ അവസ്ഥയിൽ എന്റെ മകൻ എന്ന് പറഞ്ഞ ആ അമ്മ പൊട്ടിക്കരയും. ആ അമ്മ പറഞ്ഞ എന്റെ മകൻ ജീവിച്ചിരിക്കാൻ പാടില്ല. ഞാൻ എന്താണ് ആ ഉമ്മയോട് പറയുന്നത്? എനിക്ക് തന്നെ മറുപടി ഇല്ലാതെ. നമുക്കറിയാം, നമ്മളൊക്കെ കുട്ടികളെ വളർത്തുന്നത് എങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. അവരുടെ ശരീരത്തിൽ ഒരു പൊടി പോലും നമ്മൾ ആക്കാൻ സമ്മതിക്കില്ല. അഥവാ കുട്ടിക്കാലത്ത് ഒരു പൊടി ഉണ്ടെങ്കിൽ ആ പൊടി പോലും നമ്മൾ അതിനെ കൈയോട് തട്ടി വിടും. ഒരു ചളി പറ്റാൻ സമ്മതിക്കില്ല. എന്ന രീതിയിൽ കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു ഉമ്മ, ആ ഉമ്മയ്ക്ക് എത്രയോ പെരുന്നാൾ കഴിഞ്ഞു പോയിട്ടുണ്ടാവും, എത്രയോ ഉത്സവങ്ങൾ നാട്ടിൽ നടന്നിട്ടുണ്ടാവും. പക്ഷേ ആ സമയത്തൊന്നും ആ ഉമ്മ ഒരു പെരുന്നാൾ സദ്യ ഉണ്ടിട്ടുണ്ടാവില്ല, ഒരു ഉത്സവത്തിന് ഉമ്മ പോയിട്ടുണ്ടാവില്ല, നല്ല വസ്ത്രം ഉമ്മ ധരിച്ചിട്ടുണ്ടാവില്ല. മൂത്തത് പെൺകുട്ടിയാണ്. 2ാമത്തെ ആൺകുട്ടിയെ പ്രസവിച്ച സമയത്ത് ആ ഉമ്മയുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവാം. പക്ഷെ 16 വയസ്സാവുന്ന സമയത്ത് എന്റെ മകൻ മരിച്ചു പോയാലും എനിക്ക് സങ്കടമില്ല എന്നൊരു ഉമ്മ പറയുന്നൊരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മുടെ സമൂഹം മാറിയിരിക്കുകയാണ്. ഉമ്മയെ പറഞ്ഞിട്ട് കാര്യമില്ല. ആ മകൻ ജീവിച്ചിരിപ്പുള്ളിടത്തോളം കാലം ആ മകളെ കല്യാണം കഴിക്കാൻ ആരും വരില്ല. ആരെങ്കിലും വന്നാൽ ഈ മകനേക്കാൾ കഷ്ടമുള്ള ആളുകളായിരിക്കും.
ഇത് വളരെ ദൂരമല്ലാത്തൊരു സ്ഥലം. ഞങ്ങൾ പോവാൻ പറഞ്ഞു. അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. തൊട്ടടുത്തൊരു സ്കൂളിന്റെ പേര് ഞാൻ പറയുന്നില്ല. ഒരു കുട്ടിയെ സ്ഥിരമായിട്ട് ഇങ്ങനെ വീട്ടിൽ നിന്നും കാണാതാവും. കുട്ടി സ്കൂളിൽ പോകും, ഇടയ്ക്ക് പോകും, പോവില്ല, അങ്ങനെ കുട്ടിയെ ഇടയ്ക്കിടയ്ക്ക് കാണാതാവും. അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പരാതി തരും, പോലീസ് അന്വേഷിക്കും, കുട്ടിയെ കണ്ടെത്തും, കൊടുക്കും. അങ്ങനെ വീട്ടുകാരോട് ഈ രക്ഷിതാക്കള് ഈ കുട്ടിക്ക് മറ്റ് വല്ല എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാല് ഈ കുട്ടിയും സത്യം പറയില്ല, രക്ഷിതാക്കളും സത്യം പറയില്ല. പക്ഷെ രക്ഷിതാവിന് ഒരു കാര്യം മനസ്സിലായി, ഈ കുട്ടി ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അത് പോലീസിനോട് പറയാൻ മടിയായി. ആ രക്ഷിതാവ് ഈ കുട്ടിയെ വയനാട്ടിൽ കൊണ്ടുപോയി ഒരു ഡി അഡിക്ഷൻ സെന്ററിൽ ചികിത്സിച്ചു. ആ ഡോക്ടർ കൃത്യമായി കുട്ടിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയ സമയത്ത് ആ ഡോക്ടറോട് കുട്ടി പറഞ്ഞത് 12ാം വയസ്സ് മുതൽ ആ കുട്ടി ലഹരി ഉപയോഗിക്കുന്നു. അതിന്റെ തുടക്കം ഈ കുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ കുട്ടി സ്കൂൾ വിട്ട് അങ്ങാടിയിൽ എത്തുമ്പോൾ അവിടെ തൊട്ടടുത്തുള്ള ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുമ്പോൾ ഒരാള് കളി കാണാൻ വന്നിരിക്കും. ഈ കളി കാണാൻ വന്നിരിക്കുന്ന ആള് ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരാളാണ്. അയാൾ കുട്ടികളുമായി കമ്പനിയായി. കുട്ടികൾക്ക് ആദ്യം സിഗരറ്റ് വലിക്കാൻ കൊടുത്തു. സിഗരറ്റ് വലിച്ച് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ബിയർ കൊടുത്ത് കുടിക്കാൻ. പിന്നെ ഈ ആള് ഈ കുട്ടികളെ അദ്ദേഹം താമസിക്കുന്ന തൊട്ടേ റൂമിലേക്ക് കൂട്ടുകൊണ്ടുപോയി. അവിടെ വെച്ച് കഞ്ചാവ് ബീഡി വലിക്കാൻ കൊടുത്തു. ഈ കഞ്ചാവ് ബീഡി വലിക്കാൻ കൊടുത്ത സമയത്ത്, അതായത് വളരുന്ന പ്രായമാണ്, നമ്മുടെ ശരീരത്തിലെ പ്രധാന അവയവങ്ങളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ കഞ്ചാവ് വലിക്കുന്നത്. ഇത് വലിക്കുന്ന സമയത്ത് ആദ്യം ഒരു ഉത്തേജനം തോന്നും. അത് ഞാൻ വലിച്ചാലും നിങ്ങൾ വലിച്ചാലും ഒക്കെ തോന്നും. പിന്നെ പതിവായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ തോന്നും. ഈ കുട്ടിയെ അയാള് ആ റൂമിൽ കൂട്ടിക്കൊണ്ടുപോയി പതിവായി കഞ്ചാവ് ബീഡി വലിക്കാൻ കൊടുക്കുന്നത് കൂടെ തന്നെ ഫിസിക്കലായിട്ട് ലൈംഗിക പീഡനവും നടന്നു. ആൺകുട്ടിയാണ്. അങ്ങനെ ഈ കുട്ടിയെ രക്ഷിതാവ് വയനാട്ടിലെ ഡോക്ടറെ കൊണ്ട് ചികിത്സിച്ച് ഇയാളെടുത്തേക്കും കുട്ടി 2 ആഴ്ചയോളം ചെല്ലാതിരുന്ന സമയത്ത് ഇയാൾ ഈ കുട്ടിയെ കിട്ടാൻ വേണ്ടി കുട്ടിയുടെ ഉമ്മയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പോ ഈ രക്ഷിതാവിനോട് ഞങ്ങൾ നേരത്തെ പറഞ്ഞു കൊടുത്തിരുന്നു, ഈ കക്ഷി വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് പറയണം, അതല്ലെങ്കിൽ കക്ഷിയെ അവിടെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും സഹായത്തോടു കൂടി പിടിച്ചു നിർത്തിയിട്ട് ഞങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞ പ്രകാരം കോഴിക്കോട് തളി ക്ഷേത്രത്തിനടുത്ത് വെച്ച് ഈ കുട്ടിയുടെ വാപ്പയും മറ്റൊരാളും ചേർന്ന് ഇയാളെ തടഞ്ഞു വെച്ച് ഈ കുട്ടിയെ കൊണ്ടുപോയി. ഇയാള് കുട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് കഞ്ചാവ് കൊടുത്താണ്. ഈ കഞ്ചാവ് കൊടുത്ത സമയത്ത് പോലീസ് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം അയാൾക്കെതിരെ നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് NDPS ആക്ട് പ്രകാരം കേസ് വരികയും കൂടാതെ കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് പോക്സോ കേസ് വരികയും ചെയ്തു. അങ്ങനെ ആ കേസിന്റെ വിചാരണ പൂർത്തിയായി. ആ പ്രതിക്ക് 34 വർഷം, 55 വയസ്സുള്ള പ്രതിയാണ് 34 വർഷം ശിക്ഷയും കിട്ടി. ഇപ്പൊ അയാള് കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ഈ കുട്ടി ചികിത്സ തുടർന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വീണ്ടും ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി. രക്ഷിതാവിന് കൂലിപ്പണിയാണ്. അയാൾ ആരോഗ്യമോ പണം കടം വാങ്ങി ഗൾഫിലേക്ക് പോയി. ഇത് കുട്ടി വീണ്ടും ഒരു അവസരമാക്കി എടുക്കുകയും വീണ്ടും ലഹരി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ വിസിറ്റിംഗ് വിസ കഴിഞ്ഞ് കുട്ടി കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങി നേരെ വരുന്നത് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ്. അപ്പൊ ഞാൻ അവിടെ തൊട്ടടുത്തൊരു മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് വാങ്ങാൻ നിൽക്കുമ്പോൾ ഈ പയ്യനെ കണ്ടു.
അപ്പൊ ഞാൻ ആ കേസ് കൈകാര്യം ചെയ്തുകൊണ്ട് അവനെന്ന് ശരിക്കറിയാം. അപ്പൊ അവൻ എന്നോട് ചോദിച്ചു, സാർ എന്താ അവിടെ? അത് ഞാൻ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലാണ്, അവിടുന്ന് ഒരു 100 മീറ്റർ കസ്റ്റഡിയിലുള്ള മെഡിക്കൽ ഷോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ ഇവൻ ഗൾഫിലാണെന്ന വിവരങ്ങളൊക്കെ എനിക്കറിയാം. അച്ഛൻ വാപ്പ കൊണ്ടുപോയതാണ്. അദ്ദേഹം ഗൾഫിൽ നിന്ന് എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്പോ എന്നോട് ആ കുട്ടി ചോദിക്കുക, സാർ എന്താണ് അവിടെ? അപ്പൊ ഞാൻ ചോദിച്ചു, നീ ഗൾഫില്? ഞാൻ ഗൾഫിൽ നിന്നും വരുന്ന വഴിയാണ്. അപ്പൊ ഞാൻ ഇവിടെ എൻ്റെ കൂട്ടുകാരെ കാത്തു. അതായത് വളരെ ചെറുപ്രായത്തിൽ തന്നെ ലഹരിക്ക് അടിമപ്പെട്ടു പോയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കൃത്യമായ ഫോളോ അപ്പും കൃത്യമായ ചികിത്സകളും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു മാനസിക രോഗമാണ്. അതുകൊണ്ട് അത് ഭേദമാക്കാൻ വലിയ പ്രയാസമാണ്. ഇതേപോലെ ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടു പോയ കുറെ മാനസിക രോഗികളായ കുട്ടികളും യുവാക്കളും നമ്മുടെ ഓരോ പ്രദേശത്തും ഉള്ളത് വളരെ ഭീഷണി ഉയർന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ പ്രദേശത്തൊക്കെ പോക്സോ കേസുകൾ, അതായത് കുട്ടികൾക്കെതിരെയുള്ള ലൈംഗികാതിക്രമ കേസുകളിൽ ജയിലിൽ കിടക്കുന്നവരെ കുറിച്ച് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽപ്പെട്ട ഭൂരിപക്ഷം ആളുകളും ലഹരിക്കടിമപ്പെട്ടു പോയ ആളുകളായി. അപ്പോ ചോദിക്കാം നിങ്ങൾക്ക്, രാസലഹരി മാത്രമാണോ? അല്ല. പതിവായി പാൻ മസാല ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അയാൾ ഒരു സംശയം വേണ്ട, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ മുഴുകിയ ആളായിരിക്കും. 2020 ഇന്ത്യയിൽ 47,000 കോടി രൂപയുടെ പാൻ മസാലകൾ വിറ്റഴിഞ്ഞിട്ടുണ്ട്. 2026 കമ്പനിയുടെ ലക്ഷ്യം 1,10,000 കോടിയുടെ പാൻ മസാലകൾ വിറ്റഴിക്കാവുന്നതാണ്. ഈ 1,10,000 കോടിയുടെ പാൻ മസാലകൾ വിറ്റഴിക്കാൻ വേണ്ടി അവർ പ്രധാനമായും ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പം പുതുതായി നമ്മളെ കുട്ടികളെയാണ്. അത് ഒരു പേര് മാറ്റി പല ഐറ്റംസും വിപണിയിൽ ഇറക്കിയിട്ടുണ്ട്. വർണ്ണക്കടലാസിൽ തൂക്കിയിട്ട് ഈ പാൻ മസാലയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാനപ്പെട്ട സാധനങ്ങളിൽ വിഷലോഹങ്ങളായ കാഡ്മിയം, നിക്കല്, ലെഡ്, കഞ്ചാവ് എണ്ണയിൽ വറുത്തെടുത്ത അടയ്ക്ക, DDT, ഉറുമ്പ് പൊടി, കുപ്പിച്ചില്ല് പൊടിച്ചത്, ഉറക്ക ഗുളിക പൊടിച്ചത്, ബാങ്ക് എന്ന് പറഞ്ഞ സാധനം, ഈ കഞ്ചാവ് കൊണ്ട് ഉണ്ടാക്കുന്ന സാധനം ബാങ്ക്. ഇതിന്റെ അംശങ്ങൾ മയക്കുമരുന്ന്. നോക്കണം, നമ്മളെ ഈ തൊട്ടടുത്തുള്ള കടകളിലൊക്കെ വിൽപ്പനയ്ക്ക് വെച്ച ഈ പാൻ മസാലയുടെ ചേരുവകളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ ഈ പാൻ മസാല, ഹാൻസ്, ഗുഡ്ക, കൈനി, കൂൾലിപ്പ്, പല ഓമന പേരുകൾ അറിയപ്പെടുന്ന പല സാധനങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്. സത്യത്തിൽ ഈ ഉപയോഗിക്കുന്നവർക്കൊന്നും അറിയില്ല ഈ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത് എന്താണെന്നുള്ളത്. അതിൽ പ്രധാനമായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ പാൻ മസാലകൾ ഇറക്കുന്ന അതേ കമ്പനികളും അതേ ആളുകളും തന്നെയാണ് ഇന്നത്തെ വ്യാപകമായ തോതിലുള്ള സിന്തറ്റിക് ലഹരികൾ ഉൾപ്പെടെയുള്ള ഹോൾസെയിൽ ബിസിനസ് നടത്തുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ഗൗരവകരമായ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. അവരാരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്? ഇപ്പൊ മൗത്ത് ഫ്രഷ്നർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്ത് ഇറക്കുന്നതാണ്. വർണ്ണ കടലാസുകളിലാണ് ഇത് വിതരണം ചെയ്യുന്നത്. അപ്പോ അവർക്ക് ഇപ്പോൾ മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ ഒരു ഭാഗത്തു നിന്നും വരുന്ന അതേ സമയത്ത് തന്നെ അവരുടെ ബിസിനസ്സിന് യാതൊരു കോട്ടം തട്ടാതെ ഈ പാൻ മസാലകൾ പോലുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തി പണം സമ്പാദിക്കും.
സത്യത്തിൽ നമ്മളൊക്കെ പൊട്ടന്മാരാണ്. ഇതൊന്നും തിരിച്ചറിയാതെ 1993 മുതൽക്കാണ് ശരിക്കും ഈ പാൻ മസാലകൾ കേരളത്തിലൊക്കെ വ്യാപകമായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൻ മസാലകൾ ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഈ ഉത്തരേന്ത്യക്കാര് നമ്മുടെ നാട്ടില് പതിവായി ജോലിക്ക് തുടങ്ങിയ ശേഷമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും അവർക്ക് വേണ്ടി പാൻ മസാലകൾ ഇറക്കുമതി കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുകയും അവർ ഉപയോഗിക്കുന്ന പുറമെ നമ്മളും അത് ഉപയോഗിക്കാൻ പഠിക്കുകയും ഇപ്പൊ അവരെക്കാൾ കൂടുതൽ ഈ വസ്തു ഉപയോഗിക്കുന്നവരായി നമ്മൾ മാറുകയും ചെയ്യും. 2016 രാവിലെ മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു കോള് വരികയാണ്. കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് അടുത്ത് വെച്ച്. മിംസ് ആശുപത്രിയിൽ നിന്നാണ് കോള് വരുന്നത്. നമുക്കറിയാം, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണ്. അവിടെ കാഷ്വാലിറ്റിയിൽ അടി നടക്കുന്നത് എന്നാ പറയും. ആ പോലീസ് അവിടെ എത്തി നോക്കുന്ന സമയത്ത് ചേരി തിരിഞ്ഞ് 2 വിഭാഗങ്ങൾ തമ്മിൽ അടി നടക്കുക. അപ്പൊ അതിന്റെ കാരണത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോ കാഷ്വാലിറ്റിയിൽ 19 വയസ്സായ ഒരു ആൺകുട്ടി മരിച്ചു കിടക്കുന്നു. 19 വയസ്സായ ആൺകുട്ടി മരിച്ചു കിടക്കുന്നു വിവരം അറിഞ്ഞ് ആ കുട്ടിയുടെ വീട്ടുകാര് കാഷ്വാലിറ്റിയിൽ എത്തിയതാണ്. ഈ കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന കുട്ടിയുടെ സുഹൃത്തുക്കളും രക്ഷിതാവിന്റെ ആളുകളും തമ്മിലാണ് അടി നടന്നത്. കാരണം ഈ കുട്ടി പുലർച്ചെ 4:30 വീട്ടിൽ നിന്ന് എഴുന്നേറ്റ് വാപ്പ സ്ഥലത്തില്ല, ഉമ്മയുള്ളൂ. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഞാൻ കോഴിക്കോട് ബീച്ചിൽ ഫുട്ബോൾ കളിക്കാൻ പോകും. കോഴിക്കോട് ബീച്ചിൽ ഫുട്ബോൾ കളിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് ഇറങ്ങിയ കുട്ടി ഫുട്ബോൾ കളിക്കാൻ പോവാതെ തലേന്ന് സുഹൃത്തുക്കൾ വിളിച്ച് ഏർപ്പാട് ചെയ്തു വെച്ചത് പ്രകാരം സുഹൃത്തുക്കൾ കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് അടുത്തുള്ള ലോഡ്ജിൽ മുറിയെടുത്ത് വില കൂടിയ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി സുഹൃത്തായ ഈ കുട്ടിയെ വിളിച്ചു വരുത്തിയാണ്. ഈ കുട്ടി കോഴിക്കോട് പ്രശസ്തമായ ഒരു കോളേജിലെ ഡിഗ്രി ഇംഗ്ലീഷ് സ്റ്റുഡന്റ് ആണ്. അപ്പോ ഡോക്ടർ പരിശോധിച്ചു. ഡോക്ടറെ CPR പോലുള്ള ചികിത്സകളൊക്കെ നൽകിയെങ്കിലും കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. അപ്പൊ കുട്ടിയുടെ കൂടെയുള്ള ആളുകളെ ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ചോദിച്ചു. അവന്റെ അതേ പ്രായത്തിലുള്ള കുട്ടികൾ തന്നെയാണ്. ഒരു പില്ലിന് 1400 രൂപ വിലയുള്ള ഒരു പില്ലാണ് ഓരോരുത്തർ വാങ്ങിയത്. 5 പേരുണ്ട്. 1400 രൂപ ഒരു പില്ലിന്റെ വിലയാണ്. ഈ കൂടെയുള്ള ബാക്കി 4 പേരും തലേ ദിവസം ലോഡ്ജിൽ മുറിയെടുത്ത് ആ പില്ലിന്റെ പകുതി അടിച്ചു. നേരം വെളുത്ത സമയത്താണ് ഈ കുട്ടി ഈ റൂമിലേക്ക് കടന്നു വരുന്നത്. ഈ കുട്ടി റൂമിലെത്തിയ സമയത്ത് ഇവര് മാറ്റി വെച്ച ഒരു പില്ലിന്റെ പകുതി ഇവന് കൊടുത്തു. പകുതി കഴിച്ച സമയത്ത് ഇവൻ ആ പകുതി ലഹരി പോരാ എന്ന് തോന്നി അവൻ ആ ഫുൾ ഗുളിക പില്ല് ഒരുമിച്ച് കഴിച്ചു. ആ ഒരുമിച്ച് കഴിച്ചതേ ആ കുട്ടിക്ക് ഓർമ്മയുള്ളൂ. ആ കുട്ടി നിലത്ത് ഇരുന്നു. കൂടെയുള്ളവര് ലഹരിക്ക് അടിമപ്പെട്ടു പോയത് കൊണ്ട് ഈ ലഹരി അടിച്ചത് കൊണ്ടുണ്ടായ കാര്യമാണ് എന്ന് കരുതി അവരും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇവൻ വിളിച്ച് മിണ്ടുന്നില്ല. അതിനുശേഷം ഈ 4 പേരും ചേർന്ന് ഇവനെ ബാത്റൂമിൽ കൊണ്ടുപോയി തലയോടൊക്കെ കുറെ വെള്ളം ഒഴിച്ചു. ആ തലയോടൊക്കെ വെള്ളം ഒഴിച്ചിട്ടും വേറൊരു അനക്കം കാണാതെ വെറും ഒരു പാന്റ് മാത്രം ഇട്ട് ഈ കുട്ടിയെ ഇവര് തോളിലെടുത്തിട്ടാണ് തൊട്ടടുത്തുള്ള മിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അത് കൊണ്ടുവന്നപ്പോ അപ്പോൾ ഡോക്ടർ പറയുന്നത് ഈ കുട്ടി മരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഈ മരിച്ച കുട്ടിയുടെ CDR കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോ ഈ കുട്ടി രാത്രി പുലർച്ചെ 4:30 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ഈ സുഹൃത്തുക്കൾ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിന് വേണ്ടി എടുത്ത് താമസിച്ച ലോഡ്ജിലേക്കല്ല. ആ കുട്ടി പോയത് ആ കുട്ടിയുടെ ഒരു കാമുകി ഉണ്ടായിരുന്നു.
ആ കുട്ടിയുടെ കാമുകിയുടെ വീട്ടിലേക്ക് പുലർച്ചെ പോയി കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി വീട്ടുകാരറിയാതെ. അതിനുശേഷമാണ് ഈ കുട്ടി സുഹൃത്തുക്കളെടുത്ത് ലഹരി ഗുളിക അടിക്കാൻ വേണ്ടി പോയി. ഇന്നത്തെ ഒരു വിഭാഗം കുട്ടികളുടെ ഒരു പൊതുചിത്രമാണ്. ആ കേസ് വന്ന സമയത്ത് ആ ലഹരി അടിക്കുന്നതിന് വേണ്ടി കുട്ടിയെ വിളിച്ചു കൊണ്ടുവന്ന 4 പേരോടും ഞങ്ങൾ സ്റ്റേഷനിൽ വെച്ച് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. അതിലൊരാൾ എന്നോട് സാറ് മയക്കുമരുന്ന് ഉപയോഗിക്കാറുണ്ടോ ചോദിച്ചു. അല്ല, ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ സാറൊന്ന് ഉപയോഗിക്കണം. സാറ് ഉദയസൂര്യനോട് സംസാരിച്ചിട്ടുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെറിയ പ്രായത്തിൽ ചിലപ്പോൾ അമ്മ കാണിച്ചെന്നുണ്ടാവും, നമ്മൾ സംസാരിച്ചിട്ടുണ്ടാവും. എന്നാൽ സാർ ഇതിനാണ് ഒരു പില്ലടിച്ചാൽ ജനവാതിലിനുള്ളിൽ കൂടി നമ്മൾ സൂര്യനെ കൈകൊണ്ട് തൊടാൻ പറ്റുന്ന പറയും. ആ സൂര്യനോട് നമുക്ക് കുശലാന്വേഷണങ്ങൾ നടത്താൻ പറ്റുന്ന പറയും. അതേപോലെ തന്നെയാണ് ഒരു അസ്തമയ സൂര്യനോടും നമുക്ക് കുശലാന്വേഷണം നടത്താൻ പറ്റുന്ന പറയുന്നത്. അത്തരം ആളുകൾ ഈ നാട്ടിലിറങ്ങി അവരെന്ത് കാണിക്കും? അതായത് ലഹരിക്ക് അടിമപ്പെട്ടു പോയ ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ നല്ല വാക്കുകളൊന്നും കേൾക്കാൻ അവർക്ക് കഴിയില്ല. നമ്മളെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതായത് നമ്മൾ അവരെ ഗുണദോഷിക്കാൻ പോയത് കൊണ്ടോ അല്ലെങ്കിൽ നല്ല വർത്തമാനം പറഞ്ഞത് കൊണ്ടോ അവർ നമ്മെ അനുസരിക്കില്ല. അവർ ലഹരിക്ക് അടിമപ്പെട്ടു പോയത് കൊണ്ട് മതിയായ ചികിത്സ മതിയായ സമയത്ത് കൊടുക്കാൻ പറ്റിയെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഒരു സാധ്യത തന്നെങ്കിലും അത്തരം ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഈ ചികിത്സ എന്ന് പറഞ്ഞാൽ ഭാരിച്ച ചെലവുകളാണ്. ഇത് സർക്കാർ സംവിധാനങ്ങളും ഹോസ്പിറ്റലിലൊക്കെ ചികിത്സകളുണ്ട്. പക്ഷേ ബൈസ്റ്റാൻഡർ വേണം. ബൈസ്റ്റാൻഡർ എന്ന് പറഞ്ഞാൽ കൂട്ടിരിപ്പുകാർ. നിങ്ങൾക്കറിയാം, ലഹരിക്ക് അടിമപ്പെട്ട ആളെ ആശുപത്രിയിൽ ചികിത്സിക്കാൻ കൊണ്ടുപോകുന്ന ഡോക്ടറെ കുത്തിക്കൊന്ന നാടാണ് നമ്മൾ. അതായത് കൂട്ടിരിപ്പുകാരെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു വീട്ടിലൊരു കുട്ടി ലഹരിക്ക് അടിമപ്പെട്ടു പോയതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? വെറുതെ ഒന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് അങ്ങനെ പരിചയമുള്ള ആരെങ്കിലും അങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവർ വീട്ടുകാരുടെ മാനസികാവസ്ഥ എന്താന്ന് നിങ്ങൾക്ക് അറിയാം. ഒരു പൊതുവേദിയിലേക്ക് അവർ പോവില്ല. ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്തേക്കും അവർക്ക് പോകാൻ കഴിയില്ല. കാരണം അവരെ കണ്ടാൽ കാണുന്നവർ ചർച്ച ചെയ്യുന്ന അവരുന്ന അയാളെ മകൻ പതിവായി ലഹരി ഉപയോഗിക്കുന്നതും ലഹരിക്ക് അടിമപ്പെട്ടു പോലും നാടിന് ആപത്തുമാണെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പിന്നെ അവർക്ക് ആളെ മൊത്തം നോക്കാൻ ഒരാൾ കൂടുന്ന സ്ഥലത്തേക്ക് അവർക്ക് വരാൻ പറ്റുമോ? പറ്റില്ല. ഇപ്പൊ പിടിക്കപ്പെടുന്ന എല്ലാ കേസുകളിലും പെൺകുട്ടികളുണ്ട്. നിങ്ങൾ പരിശോധിച്ചു, ഇപ്പൊ പിടിക്കപ്പെടുന്ന ഒട്ടുമിക്ക മയക്കുമരുന്ന് കേസുകളിലും പെൺകുട്ടികളുണ്ട്. കാരണം ഏറ്റവും സുരക്ഷിതമായി പരിശോധനയ്ക്ക് വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഈ പെൺകുട്ടികൾ മയക്കുമരുന്ന് കടന്ന സമയത്ത് പലപ്പോഴും പരിശോധനയ്ക്ക് വനിതാ പോലീസ് വേണം. പലപ്പോഴും രാത്രി സമയങ്ങളൊന്നും ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് വനിതാ പോലീസിന്റെ സേവനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതൊക്കെ കണ്ടുകൊണ്ട് ഏറ്റവും സുരക്ഷിതമായ മാർഗം പെൺകുട്ടികളെ വെച്ച് മയക്കുമരുന്ന് കടത്തുകയാണെന്നുള്ള തിരിച്ചറിവ് ഈ നരാധമന്മാർക്കുണ്ടായതിന്റെ ഭാഗമാണ് സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങളിൽ പോലും വെച്ച് ഇത്തരം ലഹരി വസ്തുക്കൾ കടത്തുന്ന രീതിയിലേക്ക് വിദ്യാഭ്യാസമുള്ള തലമുറ മാറിപ്പോയി എന്നുള്ളതാണ്. വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല, വിദ്യാഭ്യാസമുള്ളവർ.
നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ എന്നീ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ കുറച്ചു പേരെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായി നമ്മളൊക്കെ വാർത്തകളിൽ വായിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി എത്രയും വിദൂര സ്ഥലങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത്, പ്രധാനമായും ബാംഗ്ലൂർ പോലുള്ള സ്ഥലങ്ങളിൽ. നാളെ എൻ്റെ കുട്ടിയെ എനിക്ക് പറഞ്ഞയക്കാനുള്ള സ്ഥലം അതൊക്കെ തന്നെയാണ്. പക്ഷെ എത്ര രക്ഷിതാക്കൾക്ക് മനസ്സമാനത്തോടു കൂടി പറഞ്ഞയക്കാൻ കഴിയുന്നു? എന്തിന്? നമ്മളെ കുട്ടികളെ നമ്മുടെ നാട്ടിൽ കൂടി കുറച്ചു ദൂരം നടത്തി നടന്ന് വാ മോളെ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞയക്കോ? നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ നാട്ടുപുറങ്ങളിലൂടെ ഒരുപാട് നടക്കുകയും കളിക്കുകയും ഒരുപാട് ആളുകളെ പരിചയപ്പെടുകയും ചെയ്ത ആളുകളാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മള് ഈ റെസിഡൻസ് അസോസിയേഷനിൽപ്പെട്ട കുടുംബാംഗങ്ങളൊക്കെ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ചാത്തമംഗലത്തേക്കൊക്കെ പോയിട്ടുണ്ടാവുക നടന്നിട്ടാണ് ബസ് കയറാൻ. ആ പോകുന്ന ഇടങ്ങളിലൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണെന്നും അവരുടെ കടകളിൽ എന്തൊക്കെ സാധനങ്ങളാണ് വിൽക്കുന്നതെന്നും ആ കടകളിൽ വിൽക്കുന്ന സാധനങ്ങളുടെ പേരുകളും അതിന്റെ വിലകളും, അല്ലെങ്കിൽ കടക്കാരൻ എങ്ങനെയാണ് കുട്ടികളോട് പെരുമാറുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോ കുട്ടിയും അറിയാതെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. എന്നാൽ ഇന്ന് നമ്മളെ കുട്ടികളെ LKG മുതൽ വീടിന് മുറ്റത്തുനിന്ന് വാഹനത്തിൽ കയറ്റി വിടുകയും അത് ക്ലാസ് കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ തന്നെ വാഹനത്തിൽ നമ്മളെ മുറ്റത്തേക്ക് കൊണ്ടുവരികയും ചെയ്യും. അതായത് കുട്ടികൾക്ക് അനുഭവങ്ങളില്ല. അതിന് നമ്മളൊരു കാരണം അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. ഞാൻ ഒരിക്കലും ഒരു പരിപാടിക്ക് പോയ സമയത്ത് ഞാൻ ചോദിച്ചു, ഒരു കുട്ടിയെ ഏറ്റവും കൂടുതൽ സമയം കുട്ടിക്കാലത്ത് ചെലവഴിക്കാൻ കിട്ടുന്ന ആരൊക്കെയാണെന്ന് ചോദിച്ചു. അതായത് രക്ഷിതാക്കൾക്കാണോ അധ്യാപകർക്കാണോ? അതിൽ രക്ഷിതാവ് എഴുന്നേറ്റ് പറഞ്ഞു അധ്യാപകർക്കാണെന്നത്. ശരിയാണോ? ശരിയല്ല. ഗുരുസ്ഥാനിയർ ആരൊക്കെയാണെന്ന് പണ്ടേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അമ്മ, അച്ഛൻ, അത് കഴിഞ്ഞിട്ടാണ് അധ്യാപകന് സ്ഥാനമുള്ളത്. അമ്മയിൽ നിന്നാണ് ഒരു കുട്ടി അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ കുറിക്കുന്നത്. കുട്ടി ഭാഷ മനസ്സിലാക്കുന്നത് അമ്മയിൽ നിന്നാണ്. അമ്മ പറഞ്ഞെടുക്കുന്ന അറിവിന്റെ ആകെ തുകയാണ് ഒരു കുട്ടിയുടെ അറിവിന്റെ അടിസ്ഥാനം. ഇന്ന് കുട്ടിക്ക് അറിവ് പകർന്നു നൽകാൻ ആ സമയത്ത് അമ്മ വീട്ടിൽ ലഭ്യമല്ല. അമ്മയും അച്ഛനും ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കും. അതുകൊണ്ട് കുട്ടിയെ നോക്കാൻ ആയമാരെ ഏൽപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രസവം പോലും പാക്കേജാണ് ഇപ്പോൾ. അങ്ങനെ വരുമ്പോ രക്ഷിതാവിന്റെ കൈ പിടിച്ചാണ് കുട്ടി പുറത്തേക്ക് ഇറങ്ങി ഒരു സാമൂഹ്യ ജീവിയായി മാറുന്നത്. രക്ഷിതാവ് പുറത്തിറങ്ങി ആളുകളോട് എങ്ങനെയാണ് ഇടപഴകുന്നത്, രക്ഷിതാവിന്റെ സമപ്രായക്കാരോട് എങ്ങനെയാണ് പെരുമാറുന്നത്, കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറുന്നത്, ഇതൊക്കെ കുട്ടി കണ്ടു പഠിക്കും. അധ്യാപകൻ കുട്ടിക്ക് ശാസ്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കും. പുരോഹിതൻ ധാർമ്മിക പാഠങ്ങളും പകർന്നു നൽകുന്ന പറയുന്നത്. ഒരു അധ്യാപകനിൽ നിന്നും കുട്ടിക്ക് കിട്ടുന്ന അറിവ് ആകെ അറിവിന്റെ കാൽഭാഗം മാത്രമേ ആകുന്നുള്ളൂ പറയുന്നത്. അടുത്ത കാൽഭാഗ അറിവ് കുട്ടി വായനയുടെയും മറ്റും സമ്പാദിക്കണം എന്നാ പറയുന്നത്. ഇന്ന് കുട്ടിക്ക് വായനയില്ല. കുട്ടി ആകെ വായിക്കുന്നത് സ്കൂളിലെ പുസ്തകങ്ങൾ മാത്രമാണ്. കുട്ടിക്ക് മറ്റ് അറിവുകളില്ല. അടുത്ത കാൽഭാഗ അറിവ് കുട്ടി സമപ്രായക്കാരോടും മറ്റും ഇടപഴകി ചർച്ച ചെയ്ത് നേടണമെന്നാ പറയുന്നത്. ഇന്ന് ഏത് സമപ്രായക്കാരോടാണ് കുട്ടിയെ ചർച്ച ചെയ്യുന്നതിനെ നമ്മൾ പറഞ്ഞേക്കാറില്ല. അടുത്ത കാൽഭാഗം അറിവ് കാലക്രമേണ കുട്ടിയുടെ ജീവിതത്തിലേക്ക് അനുഭവങ്ങളിലൂടെ വരണമെന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ
ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് അനുഭവങ്ങളില്ല. ആ രീതിയിൽ അവർക്ക് പകർന്നു കിട്ടേണ്ട പല അറിവുകളും അത് ശരിയായി പകർന്നു നൽകാൻ നമ്മൾക്ക് സാധിക്കാതെ പോകുന്നത് തന്നെയാണ് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന ഒരു പ്രധാന അപജയം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മളൊക്കെ കുട്ടികളെ നല്ല വിദ്യാഭ്യാസം നൽകുന്നുണ്ട്, ശരിയാണ്, ഉയർന്ന സ്കൂളുകളിലും ഒക്കെ തന്നെ പറഞ്ഞയക്കുന്നത്. പക്ഷേ അതിന്റെ ഗുണഫലം നമ്മുടെ സമൂഹത്തിന് കിട്ടുന്നുണ്ടോ ഇല്ലയോ? തീർത്തും പറയാം, നമ്മുടെ സമൂഹത്തിന് ഉന്നത വിദ്യാഭ്യാസം നേടുന്ന ആളുകളുടെ കയ്യിൽ നിന്നും ഭാഗത്തു നിന്നും അവർ നൽകേണ്ട കുറെ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. ഇനി കുട്ടികൾ വഴിതെറ്റി പോകുന്നതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ സത്യത്തിൽ അവർക്ക് റോൾ മോഡൽ ആവേണ്ടത് ആരാണ്? ഒരു കുട്ടിയുടെ റോൾ മോഡൽ രക്ഷിതാവാണ്. ഒരു കുട്ടിയുടെ റോൾ മോഡൽ രക്ഷിതാവാണ്. ആ രക്ഷിതാവിന് ഒരു കുട്ടിയുടെ റോൾ മോഡൽ ആവാൻ എത്ര കണ്ട് സാധിക്കുന്നുണ്ടല്ലോ. നമ്മുടെ മെഡിക്കൽ കോളേജിനടുത്തുള്ള സ്ഥാപനം ഇംഹാൻസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസ് എന്ന് പറഞ്ഞ സ്ഥാപനം 2000 കേരളത്തിലെ 2000 കുട്ടികൾ ഒരു പഠനം നടത്തി. ആ പഠനത്തിൽ കുട്ടികൾക്ക് ലഹരി വസ്തുക്കൾ ആദ്യമായി ഉപയോഗിച്ചത് ആര് നൽകിയിട്ടാണെന്ന് ചോദിച്ച സമയത്ത് 86% കുട്ടികളും പറഞ്ഞത് സുഹൃത്തുക്കൾ നൽകിയിട്ടാണ്. 5% കുട്ടികൾ പറഞ്ഞത് രക്ഷിതാക്കൾ നൽകിയിട്ടാണ്. ആ രക്ഷിതാവിൽ ഒരാളാണ് ഞാൻ, ബാക്കി എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങളുമാണ്. 9% ആളുകൾക്ക് ബന്ധുക്കൾ നൽകിയതാണ്. അത് കറക്റ്റ് അല്ലേ? ഇംഹാൻസ് നടത്തിയ ഒരു പഠനം എന്ന് പറഞ്ഞാൽ വെറുതെയുള്ള പഠനമല്ല, അത് കറക്റ്റാണ്. നോക്കുക, നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല പരിപാടികളും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. എന്തിന് മരണാനന്തര ചടങ്ങുകളിൽ വരെ മദ്യം സുലഭമായി ഉപയോഗിക്കുന്ന പ്രദേശമാണ് നമ്മളുള്ളത്. സഞ്ചനം, കൊലകൊടി, എല്ലാ ചടങ്ങുകളിലും ശരിയല്ലല്ലോ? അതെ ആണ്. അവിടെ വാങ്ങുന്ന സാധനത്തിന്റെ ബ്രാൻഡ് അനുസരിച്ചാണ് ഓരോരുത്തർക്ക് മൂല്യം കൂടുന്നതാണ്. എന്നിട്ട് നമ്മൾ പറയുന്നു, നമ്മുടെ പുതിയ തലമുറ നമ്മൾ പറയുന്നത് അനുസരിക്കുന്നില്ല. അവർക്ക് കണ്ടുപഠിക്കാൻ എന്ത് നമ്മൾ ബാക്കി വെക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് കൊലപാതകം എന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടുന്നില്ല. അഴിമതിയോടും കൈക്കൂലിയോടൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ടു. സമൂഹത്തിൽ നടക്കുന്ന അധാർമിക പ്രവർത്തനങ്ങളോട് നമുക്ക് പ്രതികരണ ശേഷി ഇല്ല. നിരന്തരം കൊലപാതക വാർത്തകളും അഴിമതി വാർത്തകളും ഒക്കെ കാണുമ്പോൾ നമ്മൾക്ക് നമ്മുടെ കുട്ടികളോട് പത്രം വായിക്കണമെന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥ, വാർത്തകൾ കേൾക്കണമെന്ന് പോലും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. ജനസംഖ്യയിൽ 3.1% മാത്രമാണ് കേരളത്തിലെ ജനസംഖ്യ. ഇന്ത്യയിൽ നടക്കുന്ന ആത്മഹത്യകളിൽ 10% കേരളത്തിലാണ്. 3.1% ജനസംഖ്യയുള്ള കേരളത്തിൽ ഇന്ത്യയിൽ നടക്കുന്ന അപകടങ്ങളുടെ 12% നടക്കുന്നത് കേരളത്തിലാണ്. ഇതെങ്ങനെ അതിൽ കൂടി മേച്ചാവണം? നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, നമ്മൾ സാംസ്കാരിക സമ്പന്നരാണ്, ആരോഗ്യരംഗത്ത് ലോക നിലവാരമാണ്. പക്ഷേ സാമാന്യ ബോധത്തിന്റെ കാര്യത്തിൽ നമ്മൾ വളരെ പിന്നോക്കമാണെന്ന് തന്നെയാണ് അത് മനസ്സിലാക്കുന്നത്. നാൽപ്പത്തെട്ട് ലക്ഷം ആൾക്കാർ കേരളത്തിൽ മദ്യപിക്കുന്നുണ്ടെങ്കിൽ 2015 15,000 കോടി രൂപ മദ്യത്തിന് ചെലവഴിച്ചപ്പോൾ
അരി വാങ്ങാൻ 3000 കോടി രൂപയാണ് ചെലവഴിച്ചത്. മദ്യത്തിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ മദ്യത്തിന്റെ വില കൂട്ടിയപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടിയത് വീട്ടിലെ സ്ത്രീകളാണ്. മദ്യത്തിന്റെ ഉപയോഗം കുറഞ്ഞതുമില്ല, അവർക്ക് വീട്ടിലേക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ നല്ലൊരു പങ്ക് മദ്യത്തിന് വേണ്ടി ചെലവഴിക്കുകയും ചെയ്തു. ഒരു പുരുഷന് കിട്ടുന്ന വരുമാനത്തിന്റെ, മദ്യപാനിയായ ഒരു പുരുഷന് കിട്ടുന്ന വരുമാനത്തിന്റെ 60-70% മദ്യം വാങ്ങാൻ വേണ്ടി ചെലവഴിക്കുന്നു. അവർ സാമ്പത്തിക ഭദ്രത താളം തെറ്റി കുടുംബകലഹമായി. കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യയിലെ 40% അല്ലെങ്കിൽ 40% കൂടുതൽ മദ്യപാനികളായ ഭർത്താക്കന്മാർ കാരണം സംഭവിക്കുന്നു. ഇതൊക്കെ നിൽക്കുമ്പോഴാണ് നമ്മൾ ലഹരിയെ കുറിച്ച് പറയുമ്പോൾ ഈ മദ്യത്തിനെയും അല്ലെങ്കിൽ ആധുനിക രീതിയിലുള്ള രാസലഹരിയിലേക്ക് നയിക്കുന്ന ഹാൻസ് അല്ലെങ്കിൽ പാൻ മസാല പോലുള്ള വസ്തുക്കളെയും കുറിച്ച് മിണ്ടാതിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മദ്യാസക്തിയുള്ള ജനവിഭാഗം കേരളക്കാരാണെന്ന് കേട്ടാൽ നമുക്ക് സമ്മതിക്കാൻ പറ്റും. സർക്കാർ ആശുപത്രികളിലെ 40% കട്ടിലുകളും ഇത്തരം മദ്യപാനികൾക്ക് വേണ്ടി മാറ്റിവെച്ചതാണ്. അവർക്ക് സംഭവിക്കുന്ന അസുഖങ്ങൾക്ക് വേണ്ടി. തൊട്ടടുത്ത സ്കൂളിൽ ഞാൻ നിർദ്ദേശിക്കുന്നില്ല, അവർ കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ അടുത്തുള്ള സ്കൂൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ കാണാതായി. പെൺകുട്ടിയുടെ വീട്ടുകാരെ പോലീസ് സ്റ്റേഷനിൽ പരാതിയായിട്ട് വന്നത് 8 ദിവസം കഴിഞ്ഞിട്ടാണ്. എന്തായിരിക്കും കാരണം? അതായത് പ്രായപൂർത്തിയാവാത്ത ഒരു പെൺകുട്ടിയെ കാണാതായിട്ട് വീട്ടുകാര് പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ വന്നത് 8 ദിവസം കഴിഞ്ഞിട്ടാണ്. പരാതി വന്ന് പോലീസ് കേസെടുത്തു, കുട്ടിയെ കണ്ടെത്തി. കുട്ടിയുടെ മൊഴി എടുത്ത സമയത്ത് പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. കുട്ടിക്ക് ഒരു ദിവസം 2 പാക്കറ്റ് സിഗരറ്റ് വേണം. കുട്ടി വാതിലടച്ച് വീട്ടിലിരിക്കും. സമയം കിട്ടുമ്പോഴൊക്കെ ഒരു ദിവസം ഈ 2 പാക്കറ്റ് സിഗരറ്റ് കുട്ടി വലിക്കും. കുട്ടിയുടെ അച്ഛൻ കോഴിക്കോട് അങ്ങാടിയിലെ തട്ടുകടയിൽ ചായ പാരാൻ പോകുന്നതാണ്. ഒരു ദിവസം അദ്ദേഹം പുലർച്ചെ 4:30 എഴുന്നേറ്റ് 5 മണിന്റെ ബസ്സിന് പോകുന്ന ആളാണ്. അയാൾ 4:30 എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെ മുൻവശം ഡോറ് തുറന്ന് പുറത്തേക്ക് പോകുമ്പോൾ രാത്രി വീട്ടിൽ കിടന്നുറങ്ങിയ മകളുണ്ട് വീട്ടിലേക്ക് കയറി വരുന്നു. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. മോളെ നീ എവിടെയാ പോയെന്ന് വെച്ചോ? ഫ്രണ്ട്സ് വന്ന് വിളിച്ചു, ഞാൻ പോയി. എവിടെ? ജനവാതിലിന് തട്ടി. രാത്രി വീട്ടുകാരൊക്കെ ഉറങ്ങിയ സമയത്ത് ഫ്രണ്ട്സ് വന്ന് ജനവാതിൽ തട്ടി കുട്ടിയെ അടുക്കള വാതിൽ വഴി ഇറക്കിക്കൊണ്ടുവരിക. ആ കുട്ടിയാണ് പുലർച്ചെ രക്ഷിതാവ് കഷ്ടപ്പെട്ട് കൂലിപ്പണി എടുക്കാൻ വേണ്ടി അതിരാവിലെ എഴുന്നേറ്റ് പണിക്ക് പോകുമ്പോൾ വീട്ടിലേക്ക് കയറി വരുന്നത്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് 8 ദിവസമായിട്ട് ഈ കുട്ടിക്ക് കാണാനില്ല പരാതി തരാതെ വരുന്നെന്ന് പറഞ്ഞപ്പോ, ബന്ധുക്കൾ അറിഞ്ഞാൽ പ്രശ്നമാണ്, അയൽവാസികൾ അറിഞ്ഞാൽ അതിലും വലിയ പ്രശ്നം. അതായത് എത്രയോ കുറ്റകൃത്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരം സംഭവങ്ങളൊക്കെ നടക്കും. ഈ കുട്ടി പോയത് ആരാ കൂടെയെന്ന് അറിയുന്നത് കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും കുപ്രസിദ്ധനായ ഒരു കവർച്ചക്കാരന്റെ കൂടെയാണ് ഈ കുട്ടി പോയത്. ആ 8 ദിവസവും ഇവര് കേരളത്തിലെ പല ജില്ലകളിലും സഞ്ചരിച്ച് അവസാനം ഇവരെ വയനാട്ടിൽ വെച്ചിട്ടാണ് പിടികൂടുന്നത്. ആ കുട്ടി എല്ലാവിധ മയക്കുമരുന്നുകൾ വീഴും. വീട്ടിലെ രക്ഷിതാക്കൾ പറയുന്ന ഒന്നും അനുസരിക്കില്ല എന്ന് മാത്രമല്ല,
സമയം കിട്ടുമ്പോഴൊക്കെ അവർക്ക് രണ്ടെണ്ണം പൊട്ടിക്കുകയും ചെയ്യും. ഒരു ശരാശരി വരുമാനമുള്ള ഒരു വീട്ടിൽ ഇത്ര ഒരു കുട്ടി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിസ്സഹായാവസ്ഥയാണ്. പല രക്ഷിതാക്കളെയും കാണുമ്പോൾ വളരെ നിസ്സഹായാവസ്ഥയിലാണ്. ഇതിന് വേണമെങ്കിൽ തുടർച്ചയായി നമ്മൾ മാനസികാരോഗ്യ വിദഗ്ധന്റെ മുമ്പിൽ ഹാജരാക്കുകയും തുടർച്ചയായി അഡ്മിറ്റ് ചെയ്ത് ചികിത്സിക്കുകയും വേണം. കൂലിപ്പണിക്ക് പോകുന്ന രക്ഷിതാക്കൾക്ക് ഇത്തരം കുട്ടികളുണ്ടായാൽ ചികിത്സിക്കണോ അല്ലെങ്കിൽ അതിന് കുടുംബം പോറ്റാൻ വേണ്ടി പണിക്ക് പോകണോ എന്നുള്ള ചോദ്യം അവർ. ദയനീയമായ അവസ്ഥയാണ്. നേരത്തെ സംസാരിച്ചപ്പോ നമ്മളെ ഉദ്ഘാടന പ്രസംഗം നടത്തിയ രമേശ് കാലു സാർ പറഞ്ഞു, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ പേരൊക്കെ പറഞ്ഞ് ആ ഡിപ്പാർട്ട്മെന്റുകളൊന്നും തന്നെ കുട്ടികളില്ലല്ലോ. സാറ് പോയി, സാറിനോട് ഞാൻ പറഞ്ഞെന്ന് കരുതിയിരുന്നു. ഇന്ന് ഞങ്ങളുടെ പോലീസുകാരുടെ ഏറ്റവും വലിയ പണി സ്കൂളുകളിലാണ്. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഏതെങ്കിലും സ്കൂളിൽ ഏതെങ്കിലും പോലീസുകാർ വന്ന് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടോ? ഒരു സ്കൂളുകൾക്കും പോലീസുകാർ പോകേണ്ട ഒരു സാഹചര്യം ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. വലിയ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷത്തിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു സ്കൂളിൽ ഒരു കുട്ടി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കുട്ടി ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, മിനിമം 10 കുട്ടികളെ ആ കുട്ടി മയക്കുമരുന്ന് അടിമയാക്കിയിട്ടുണ്ടാവും. ഒരു പ്രദേശത്ത് ഒരു മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു കുട്ടി ഉണ്ടെങ്കിൽ മിനിമം 10 പേരെ ആ കുട്ടി വഴി മയക്കുമരുന്ന് അടിമയാക്കിയിട്ടുണ്ടാവും. അപ്പൊ അത് ഗുരുതര പ്രശ്നമല്ലേ? അങ്ങനെ മയക്കുമരുന്ന് അടിമപ്പെട്ടു പോയ ആളുകളാണ് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൽ നിരന്തരമായി ആക്രമണവും കൊലപാതകവും നടത്തുന്നത്. മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് ചോദിച്ചാല് വിവേചന ബുദ്ധി മനുഷ്യനുണ്ട് എന്നാ പറയാം. മൃഗങ്ങൾ ആക്രമണകാരികളും കൊലപാതകികളുമാണോ? അതായത് മൃഗങ്ങള് വിശപ്പടക്കുന്നതിന് വേണ്ടിയിട്ടും അവരെ ആക്രമിക്കാൻ പോകുന്ന സമയത്തുമാണ് അക്രമം നടത്തുന്നതും കൊലപാതകം നടത്തുന്നതും. എന്നാൽ ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടു പോയ നമ്മൾ അടിമപ്പെട്ടു പോയതിന്റെ മാനസിക ഉല്ലാസത്തിന് വേണ്ടി കൊലപാതകം നടത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആരെയാണ് അവർ കൊല്ലുന്നത്? സ്വന്തം അമ്മയെയോ അച്ഛനെയോ സഹോദരങ്ങളെ എടുത്ത് കിണറിലെറിയും, വല്യമ്മനെ വെട്ടിക്കൊല്ലും, സഹോദരിയെ ബലാത്സംഗം ചെയ്യും, സ്വന്തം അമ്മയെ വരെ ബലാത്സംഗം ചെയ്യും. എന്തിന്? 18 വയസ്സ് പ്രായമായ കുട്ടിയെ കോഴിക്കോട്ട് ബലാത്സംഗം ചെയ്താലും 18 മാസം 1.5 വയസ്സ്. ഞാൻ അധികം സംസാരിക്കില്ല. ഞാൻ സംസാരിച്ചാൽ തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് സംസാരിക്കാൻ ഒരു വിഷയമാണ്. ഈ വേദി അതിന് പറ്റിയതല്ല എനിക്കറിയാം. ഞാൻ ശ്രീകുമാറിന്റെ മോതയെ നോക്കിയ സമയത്ത് ശ്രീകുമാർ അങ്ങനെ എന്താണ് നിർത്തുന്നില്ല എന്നുള്ളൊരു ചോദ്യം ഇങ്ങനെ കാണുന്നു. ഞാൻ ആ പരിപാടി 6 മണിക്ക് വരുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു, ഞാൻ തുടങ്ങുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നിരുന്നത്. എന്നാലും ഒരു കാര്യം കൂടി പറയാം. നിങ്ങളൊക്കെ ശ്രദ്ധ ഞാൻ കുറച്ച് പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകാം. രംഗ ബില്ല, ഇന്ത്യയിലെ ഏറ്റവും കുപ്രസിദ്ധരായ 2 കൊലപാതകള് രംഗ ബില്ല. ഒരു 40, 45, 50 വയസ്സുള്ളവർക്കൊക്കെ അന്ന് ഈ വാർത്തകൾ കേട്ടിട്ടുണ്ടോ? 1978 ആഗസ്റ്റ് 26-ാം തീയതി ഡൽഹിയിൽ നടക്കുന്ന 2 കൊലപാതകം നടന്നു. ഡൽഹി ആകാശവാണിയിൽ യുവവാണി പരിപാടി അവതരിപ്പിക്കുന്നതിനായി പോയ ഗീത ചോപ്ര എന്ന 16 വയസ്സുള്ള പെൺകുട്ടിയെയും ആ പെൺകുട്ടിയോടൊപ്പം പരിപാടി അവതരിപ്പിക്കുന്നതിന് പോയ സഞ്ജയ് ചോപ്ര എന്ന 14 വയസ്സുള്ള ആൺകുട്ടിയെയും അവർ ഡൽഹി ആകാശവാണിയിൽ യുവവാണി പരിപാടി അവതരിപ്പിക്കുന്ന പോയ സമയത്ത്
ലിഫ്റ്റ് ചോദിച്ച ഒരു പ്രൈവറ്റ് കാറിൽ കയറുകയും ആ കാറിലുള്ള രണ്ടുപേർ ആ രണ്ട് കുട്ടികൾ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊല്ലുകയും ചെയ്തു. ആ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് കൊന്ന സമയത്ത് ഈ കുട്ടിയുടെ രക്ഷിതാവ് നേവി ക്യാപ്റ്റനാണ്. അവർ രാത്രി 8 മണിക്ക് മക്കളുടെ പരിപാടി കാണാൻ റേഡിയോ തുറന്നു വെച്ചു. പരിപാടി അവതരിപ്പിച്ചത് മറ്റ് കുട്ടികളായിരുന്നു. സംശയം തോന്നി അവർ ആകാശവാണിയിൽ പോയി നോക്കിയ സമയത്ത് കുട്ടികൾ ആകാശവാണി എത്തിയില്ല. പോലീസ് രണ്ടുപേരെ സംശയിച്ച് അവരുടെ ഫോട്ടോ സഹിതം പത്രത്തിൽ പരസ്യം ചെയ്യുകയും ഈ സംഭവത്തിന് 2 ആഴ്ചയ്ക്ക് ശേഷം ഈ 2 പ്രതികളെയും ജസ്ബീർ സിംഗ് ബില്ല എന്ന ബംഗാളിയും കുൽജിത് സിംഗ് രംഗ എന്ന പഞ്ചാബിയും ഇവർ രണ്ടുപേരും കൽക്കട്ട മെയിൽ കയറി രക്ഷപ്പെടാൻ നോക്കിയ സമയത്ത് അബദ്ധവശാൽ പട്ടാളക്കാരുടെ കമ്പാർട്ട്മെന്റിൽ കയറി. അങ്ങനെ കയറിപ്പോയ സമയത്ത് ഈ പത്രത്തിൽ ഫോട്ടോ കണ്ടവര് ഈ രണ്ടുപേരെയും പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു. കേസിൽ ഇവർക്ക് വധശിക്ഷ വിധിച്ച് 1982 മാർച്ച് 31 ഇവിടെ തൂക്കിലേറ്റി. ആ തൂക്കിലേറ്റുന്ന തലേ ദിവസം അവസാനത്തെ അത്താഴം, അവസാനത്തെ ഒരു ഭക്ഷണം കഴിക്കരുത്. ആ ഭക്ഷണം കഴിക്കാൻ ഇവർക്ക് ഭക്ഷണം കൊടുത്ത സമയത്ത് രംഗ നല്ല സാധാരണ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു. ബില്ല ഭക്ഷണം കഴിക്കാതെ അവിടെ ഇരുന്ന് കരഞ്ഞു. അത് കണ്ടപ്പോ രംഗ പറയുകയാണ്, ദേ നോക്ക് അവൻ കിടന്ന് കരയുന്നു. അതായത് ഒരു ബോൺ ക്രിമിനൽസ്, ജന്മന കുറ്റവാസനകളുള്ള ആളുകൾ, അവർ ഒരു കുറ്റം ചെയ്താൽ യാതൊരു മാനസാന്തരവും അവർക്കുണ്ടാവില്ല. പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്നത്തെ പുതിയ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത് കുറ്റവാസനകൾ ഒരു പരിധിവരെ, അതായത് 60% പാരമ്പര്യമാണ്. പാരമ്പര്യം എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളിൽ നിന്നും പകർന്നു കിട്ടുന്നതാണ് എന്നാണ് അർത്ഥം. ജനിതകമായി കൈമാറ്റം ചെയ്യപ്പെടുന്നു. 40% കുറ്റവാളികളാണെന്ന് ചുറ്റുപാടാണെന്നും പറയുന്നു. നമുക്കറിയാം, നമുക്ക് ഷുഗർ, പ്രഷർ, ഇതൊക്കെ പാരമ്പര്യ രോഗമായിട്ട് കാണാം. അതേപോലെ തന്നെ നമ്മളുടെ അച്ഛനമ്മയ്ക്കും ജനിക്കുന്ന കുട്ടികളെ നമ്മൾ പരിശോധിച്ചാലേ അവരുടെ കളറ്, സ്വഭാവം, അവരുടെ DNA ഘടന, അങ്ങനെ പലതും പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ പുതിയ പഠനങ്ങൾ പറയുകയാണ്, അക്രമവാസനകളും കുറ്റവാസനകളും പാരമ്പര്യ ഘടകമാണ് 60% എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ അക്രമത്തിലേക്ക് പോകുന്നതിന്റെ ഒരു കാരണം നമ്മൾ തന്നെയല്ലേ? 2012 ഡിസംബർ 26 നിങ്ങൾക്കെല്ലാം അറിയുന്ന ഒരു സംഭവം കൂടി പറഞ്ഞാൽ നിർത്താം. ഡൽഹിയിൽ ഓടുന്ന ബസ്സിൽ വെച്ച് 23 വയസ്സായ ഒരു പാരാമെഡിക്കൽ വിദ്യാർത്ഥിയെ 5 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്തു കൊന്നു. നിർഭയ കേസ് നിങ്ങളെല്ലാം അറിഞ്ഞു. ലൈഫ് ഓഫ് സ്പൈ എന്ന ഓസ്കാർ അവാർഡ് നേടിയ സിനിമ കഴിഞ്ഞ് പോകുമ്പോഴാണ് സുഹൃത്തും ഈ പെൺകുട്ടി കൂടി ബസ്സിൽ കയറി. ആ ബസ്സിൽ വെച്ച് സുഹൃത്തിനെ അടിച്ച് അവശനാക്കി ഈ പെൺകുട്ടിയെ 5 പേർ ചേർന്ന് ബലാത്സംഗം ചെയ്ത് ശേഷം ഈ സുഹൃത്തിനെയും പെൺകുട്ടിയെയും കൂടി ബസ്സിന്റെ മുൻ ഡോർ വഴി റോഡിലേക്ക് എടുത്തെറിഞ്ഞ് ബസ് കയറ്റി കൊല്ലാൻ ശ്രമിച്ച സമയത്ത് ഈ സുഹൃത്തിന് ബോധമുള്ളത് കൊണ്ട് അയാൾ ഈ കുട്ടിയെ ടയറിന്റെ ഉള്ളിൽ തട്ടി മാറ്റി. ആ കുട്ടി 2 ആഴ്ചയോളം ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചികിത്സിച്ച് വരവേ ആ കുട്ടി മരിച്ചു. നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥനകളുമായി ആ കുട്ടിയെ ജീവൻ തിരിച്ചു കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ആ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിൽ മുഴുവൻ കമ്പിപ്പാല കയറ്റിയാണ് തോന്നുന്നത്.
ആ കേസിൽ രാം സിംഗ്, മുകേഷ്, പവൻ, വിനയ്, അക്ഷയ് അങ്ങനെ 5 പേർ കൊലപാതകൾ. അതിലൊരാൾ പ്രായപൂർത്തിയാവാത്ത കുട്ടിയായി. പോലീസ് ചോദ്യം ചെയ്ത സമയത്ത് അവർ പറഞ്ഞത് ഞങ്ങൾ മദ്യലഹരിയിലായിരുന്നു. മറ്റൊരു കാര്യം കൂടി അവർ പറഞ്ഞു, ഞങ്ങളുടെ പരിസരത്തുള്ളവർ നല്ലവരല്ല. അവർ കാരണം കണ്ടെത്തിയാണ് ഞങ്ങൾ മദ്യലഹരിയിലായിരുന്നു. രാം സിംഗ് അടുത്ത വർഷം 2013 മാർച്ച് 11 ബീഹാർ ജയിലിൽ തൂങ്ങി മരിച്ചു. ബാക്കി 3 പേരെ വധശിക്ഷ നടപ്പിലാക്കി. പ്രായപൂർത്തിയാവാത്ത കുട്ടിയെ ശിക്ഷാ കാലാവധി കഴിഞ്ഞ് കോടതി പുറത്തുവിട്ടു. ആ സമയത്ത് തന്നെയാണ് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക ആക്രമണങ്ങൾക്കെതിരെ ശക്തമായ നിയമം വന്നത്, പോക്സോ നിയമം. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ നിയമം പോക്സോ നിയമം തന്നെയാണ്. നമ്മൾ പരിശോധിച്ചാൽ, സൂക്ഷ്മമായി വിലയിരുത്തി കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്രദേശത്തു നിന്നും കുറെ കുട്ടികൾ പല രീതിയിലുള്ള ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയമാകുന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ്. അതേപോലെ പ്രതിസ്ഥാനത്ത് നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ പ്രദേശത്തുള്ള 2 പേരെങ്കിലും ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ടാവും. വ്യാപകമായ രീതിയിൽ കുട്ടികളെ ചൂഷണത്തിന് വിധേയമാക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെ കുട്ടികൾക്കെതിരെ ചൂഷണത്തിന് വിധേയമാക്കുന്നതിൽ പ്രധാനം ലഹരിയാണ്. ഈ പ്രതികളൊക്കെ ലഹരിക്ക് അടിമപ്പെട്ടു പോയ ആളുകൾ. ഞാൻ ഒന്നും കൂടി പറയാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ മെഥൈൽ ഡയോക്സി മെത്താംഫെറ്റമിൻ എന്ന് പറഞ്ഞ MDMA മാത്രമല്ല ലഹരി. സ്ഥിരമായിട്ട് പുകവലിക്കുന്ന ആളുകൾ, സ്ഥിരമായിട്ട് പാൻ മസാല പോലെയുള്ള അതിൽ പറയുന്ന വ്യത്യസ്ത സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ, സ്ഥിരമായിട്ട് മദ്യം ഉപയോഗിക്കുന്ന ആളുകൾ, ഇവരൊക്കെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ എന്ന ഗണത്തിൽ വരുന്നവർ തന്നെയാണ്. അത് മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും സിന്തറ്റിക് ലഹരിയെ കുറിച്ച് മാത്രം ചർച്ച ചെയ്യരുത് എന്നാണ് എൻ്റെ വിലയേറിയ അഭിപ്രായം. ഇന്നിവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ പ്രദേശത്തുള്ള മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ ഒരു സംശയമുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും, അതിൽപ്പെട്ട പലരും സമയമെത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയത് ഞാൻ ഈ പറഞ്ഞു പോയുള്ള പല ലഹരികളും ഉപയോഗിക്കപ്പെട്ടു പോയതുകൊണ്ടാണ്. അപൂർവമായി ചിലരൊക്കെ പ്രായമായിട്ട് ജീവിച്ചിരിപ്പുണ്ടാവാം, പക്ഷേ ഭൂമിക്കടിയിൽ കിടക്കുന്നതിനെ കുറിച്ച് നമ്മൾ പറയില്ല. ഞാൻ നിർത്തുകയാണ്. എന്നെ ഈ പരിപാടിക്ക് ക്ഷണിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീകുമാർ, അതേപോലെ തന്നെ പ്രിയപ്പെട്ട ബാബുമാഷ്, ശ്രീബുധൻ പറഞ്ഞൊരു കാര്യം, ആരും നിങ്ങൾക്ക് മുക്തി തരാൻ പോകുന്നില്ല, അവ സ്വയം കണ്ടെത്തേണ്ടതാണ്. സത്യം തന്നെ. മഹാത്മാഗാന്ധി പറയുകയാണ്, ആരുണ്ടിത്ര നികൃഷ്ടനായി എന്നെ പോലും കുടിലൻ ഖലൻ കൃതജ്ഞൻ വഞ്ചകൻ ഞാനൻ സൃഷ്ടാവെ കൈവിടിഞ്ഞവൻ. ആരുണ്ടിത്ര നികൃഷ്ടനായി എന്നെ പോൽ കുടിലൻ ഖലൻ കൃതജ്ഞൻ വഞ്ചകൻ ഞാൻ സൃഷ്ടാവെ കൈവിടിഞ്ഞവൻ. ഞാൻ ആരുടെ സന്താനമാണോ, എന്റെ ഓരോ ശ്വാസവും നിയന്ത്രിക്കുന്നത് ആരാണോ, ആ ഈശ്വരനിൽ നിന്നും ഞാൻ എത്രയോ ദൂരെയാണെന്നത് എനിക്കൊരു തീരാവേദനയാണ്. എന്നിലുള്ള ദുർവികാരങ്ങളാണ് എന്നെ ഈശ്വരനിൽ നിന്നും ഇത്രമേൽ അകറ്റുന്നതെന്ന് എനിക്കറിയാം. എന്നിട്ടും എനിക്ക് അവയിൽ നിന്നും മോചനം ലഭിക്കുന്നില്ല. ലോകാരാധ്യനായ മഹാത്മാഗാന്ധിക്ക് പോലും ആത്മവിമർശനം, അതായത് സ്വയം വിമർശനം നടത്താമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? ഓക്കെ, ഞാൻ നിർത്തുകയാണ്. നിങ്ങളുടെ ഈ പരിപാടിയിൽ കുട്ടികളുടെ മറ്റു കലാപരിപാടികൾ നടക്കാൻ വേണ്ടിയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എനിക്കറിയാം. അവരൊക്കെ നേരത്തെ വേഷം കെട്ടി നിൽക്കുന്നുണ്ട്. എന്നെ ഇത്ര നേരം സഹിച്ച നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെ പരിപാടിക്ക് എല്ലാ ആശംസകളും നിർത്തട്ടെ. നന്ദി, നമസ്കാരം.